നമസ്കാരം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് വളരെ മനോഹരമായ ഒരു പഴയ കഥയാണ്. നമ്മുടെ മനസ്സിന്റെ ഒരു പ്രത്യേക ശക്തിയെക്കുറിച്ചുള്ള കഥ. എത്ര മോശം സാഹചര്യങ്ങളിലും എങ്ങനെ പുഞ്ചിരിയോടെ മുന്നോട്ടു പോകാമെന്ന് പഠിപ്പിക്കുന്ന ഒന്ന്. ഇത് ശ്രീബുദ്ധന്റെയും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ശിഷ്യനായിരുന്ന പൂർണ്ണന്റെയും കഥയാണ്. നമുക്ക് ആ കഥയിലേക്ക് കടക്കാം. കഥയിലേക്ക് പോകുന്നതിനു മുൻപ് നമുക്ക് സ്വയം ഒരു ചോദ്യം ചോദിക്കാം, അല്ലേ? ഈ ലോകം അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ആളുകൾ നമ്മളോട് വളരെ ക്രൂരമായി പെരുമാറുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? ആ ഒരു സമയത്ത് നമ്മുടെ ഉള്ളിലെ സമാധാനം എങ്ങനെയാണ് നമ്മൾ പിടിച്ചു നിർത്തുന്നത്? ഈ ഒരു ചോദ്യം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് കഥ കേൾക്കാം. അപ്പോ ഈ കഥയിലെ പ്രധാന ആളുകൾ ആരൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് സാക്ഷാൽ ശ്രീബുദ്ധൻ, പിന്നെ അദ്ദേഹത്തിന്റെ വളരെ സമർപ്പണബോധമുള്ള ഒരു ശിഷ്യൻ, പേര് പൂർണ്ണൻ. പൂർണ്ണന് തന്റെ ഗുരുവിന്റെ വാക്കുകൾ ജീവിതത്തിൽ പകർത്തണം എന്ന വലിയ ആഗ്രഹമായിരുന്നു. അപ്പോ ഇവര് തമ്മിലുള്ള ഒരു സംഭാഷണത്തിലൂടെയാണ് ഈ കഥ മുന്നോട്ടു പോകുന്നത്. അങ്ങനെ ഒരു ദിവസം പൂർണ്ണൻ തന്റെ ഗുരുവായ ബുദ്ധന്റെ അടുത്തു വന്നു. എന്നിട്ട് തന്റെ ഒരു വലിയ ആഗ്രഹം പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ, താൻ പഠിച്ച ഈ സമാധാനത്തിന്റെയും അറിവിന്റെയും കാര്യങ്ങളൊക്കെ ദൂരെയുള്ള നാടുകളിലെ സാധാരണ മനുഷ്യരിലേക്കെത്തിക്കണം. അതിനുവേണ്ടി ഒരു യാത്ര പോകാൻ അനുവദിക്കണമെന്നായിരുന്നു അഭ്യർത്ഥന. അതൊരു ചെറിയ ആഗ്രഹമായിരുന്നില്ല, വളരെ വലിയൊരു ലക്ഷ്യം തന്നെയായിരുന്നു അത്. പൂർണ്ണന്റെ ഈ നല്ല മനസ്സ് കണ്ടപ്പോ ബുദ്ധന് ഒരുപാട് സന്തോഷമായി. അദ്ദേഹം പൂർണ്ണനെ അഭിനന്ദിച്ചു. പക്ഷേ ബുദ്ധൻ അറിയാമായിരുന്നു, ഈ യാത്ര വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമായിരിക്കില്ലെന്ന്. അതുകൊണ്ട് യാത്രയ്ക്ക് അനുവാദം കൊടുക്കുന്നതിന് മുൻപ് പൂർണ്ണന്റെ മനസ്സിന് എത്രത്തോളം കരുത്തുണ്ടെന്ന് ഒന്ന് പരീക്ഷിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ ശ്രീബുദ്ധന്റെ പരീക്ഷണം തുടങ്ങുകയാണ്. എന്തൊക്കെയായിരിക്കും ആ പരീക്ഷണങ്ങൾ, അല്ലേ? നമുക്ക് നോക്കാം. ആദ്യത്തെ ടെസ്റ്റ്, അത് വാക്കുകളെക്കുറിച്ചായിരുന്നു. നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ ഒരുപാട് കേൾക്കേണ്ടി വരുന്ന ഒന്നാണല്ലേ? ബുദ്ധൻ ചോദിച്ചു, പൂരണ, നീ ചെല്ലുന്ന നാട്ടിലെ ആളുകൾ ഒരുപക്ഷെ നിന്നെ വളരെ മോശം വാക്കുകൾ പറഞ്ഞ് അപമാനിച്ചേക്കാം. അപ്പോ നീ എന്തു ചെയ്യും? ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ എല്ലാവരും എപ്പോഴെങ്കിലുമൊക്കെ നേരിടുന്ന ഒരു കാര്യമാണ്. പൂരണൻ എന്ത് മറുപടിയാവും കൊടുത്തിട്ടുണ്ടാവുക? നമുക്ക് കേൾക്കാം. ആ മറുപടിയുടെ ഭംഗിയൊന്ന് നോക്കിക്കേ. പൂർണ്ണൻ പറഞ്ഞു, അപ്പോഴും ഞാൻ സന്തോഷിക്കും ഗുരുവേ. കാരണം അവരെന്നെ ചീത്തവാക്കുകൾ പറഞ്ഞല്ലേയുള്ളൂ. കല്ലെടുത്തെറിയുകയോ വടികൊണ്ടടിക്കുകയോ ഒന്നും ചെയ്തില്ലല്ലോ. കണ്ടോ, പരാതി പറയുന്നതിനു പകരം പൂർണ്ണൻ അതിലും മോശമായതൊന്നും സംഭവിച്ചില്ലല്ലോ എന്നോർത്ത് നന്ദി പറയുകയാണ്. അപ്പോ ഇതാണ് നമുക്ക് കിട്ടുന്ന ആദ്യത്തെ പാഠം. എത്ര മോശമായ വാക്കുകൾ കേൾക്കേണ്ടി വന്നാലും അതിനിടയിലും സമാധാനം കണ്ടെത്താൻ കഴിയണം. എങ്ങനെയാണ് ഒരു നെഗറ്റീവ് സാഹചര്യത്തെ പോസിറ്റീവായി കാണുന്നതെന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണിത്. എന്തായാലും പൂർണ്ണൻ ആദ്യത്തെ പരീക്ഷണത്തിൽ ജയിച്ചു. വാക്കുകളുടെ പരീക്ഷണത്തിൽ പൂർണ്ണൻ ജയിച്ചു. പക്ഷേ ബുദ്ധൻ അവിടെ നിർത്തിയില്ല. അദ്ദേഹം അടുത്ത കുറച്ചുകൂടി കഠിനമായ ഒരു ചോദ്യം ചോദിച്ചു. ഇത്തവണ വെറും വാക്കുകളുടെ കാര്യമല്ല, ശരീരത്തിന് കിട്ടുന്ന വേദനയുടെ കാര്യമാണ്. അപ്പോ ബുദ്ധന്റെ അടുത്ത ചോദ്യം ഇതായിരുന്നു, ശരി, അവർ നിന്നെ കല്ലെടുത്തെറിയുകയും വടികൊണ്ടടിക്കുകയും ഒക്കെ ചെയ്താലോ? ഇപ്പോഴാണ് കാര്യങ്ങൾ കുറച്ചുകൂടി ഗൗരവമായത്, അല്ലേ? ശരിക്കും ശരീരം വേദനിക്കുമ്പോൾ ഒരാൾക്ക് എങ്ങനെയാണ് ശാന്തനായിരിക്കാൻ കഴിയുക? പൂർണ്ണന്റെ ക്ഷമ ശരിക്കും പരീക്ഷിക്കപ്പെടുകയാണ്. വീണ്ടും പൂർണ്ണന്റെ മറുപടി കേട്ട് നമ്മൾ അത്ഭുതപ്പെടും. അദ്ദേഹം പറഞ്ഞു, ഗുരുവേ, അപ്പോഴും ഞാൻ സന്തോഷിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ, അവരെന്റെ ശരീരത്തെയല്ലേ ഉപദ്രവിച്ചുള്ളൂ, എന്റെ ജീവനെടുത്തില്ലല്ലോ. ഒന്നാലോചിച്ചു നോക്കൂ, ആ വേദനയിലും തന്റെ ജീവൻ ബാക്കിയുണ്ടല്ലോ എന്നതിൽ ആശ്വാസം കണ്ടെത്തുകയാണ് പൂർണ്ണൻ. ഇതെത്ര വലിയൊരു മനസ്സിന്റെ നിയന്ത്രണമാണ്. ഇതാണ് നമുക്ക് കിട്ടുന്ന രണ്ടാമത്തെ പാഠം. എത്ര വലിയ ഉപദ്രവം നേരിടേണ്ടി വന്നാലും അതിലും നന്ദി പറയാൻ എന്തെങ്കിലും ഒരു കാരണം കണ്ടെത്താൻ ശ്രമിക്കുക. പൂർണ്ണന്റെ മനസ്സ് എത്രത്തോളം വളർന്നിരിക്കുന്നുവെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി വരാൻ പോകുന്നത് മൂന്നാമത്തെയും ഏറ്റവും അവസാനത്തെയും പരീക്ഷണമാണ്. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഭയം, അതെ, മരണത്തെയാണ് പൂർണ്ണൻ ഇനി നേരിടാൻ പോകുന്നത്. ബുദ്ധൻ തന്റെ അവസാനത്തെ ചോദ്യം ചോദിച്ചു. പക്ഷേ പൂർണ്ണ, ഒരു പക്ഷേ അവർ നിന്നെ കൊന്നുകളഞ്ഞാലോ? ഇതിനപ്പുറം ചോദിക്കാൻ ഒന്നുമില്ല. മരണത്തിനു മുന്നിൽ എങ്ങനെയാണ് ഒരാൾക്ക് സമാധാനമായി നിൽക്കാൻ കഴിയുക? പൂർണ്ണൻ എന്തു മറുപടിയാവും പറഞ്ഞിട്ടുണ്ടാവുക? പൂർണ്ണന്റെ മറുപടി കേട്ട് ബുദ്ധൻ പോലും ഒരു നിമിഷം നിശബ്ദനായിട്ടുണ്ടാവാം. പൂർണ്ണൻ പറഞ്ഞു, അങ്ങനെ സംഭവിച്ചാൽ ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന നിമിഷം അതായിരിക്കും ഗുരുവേ. കാരണം വേദനകളും ദുരിതങ്ങളും നിറഞ്ഞ ഈ ശരീരത്തിൽ നിന്ന് അവരെന്നെ മോചിപ്പിച്ചില്ലേ. എന്റെ മോക്ഷത്തിലേക്കുള്ള യാത്ര അവരെ എളുപ്പമാക്കി. ഞാൻ അവരോട് നന്ദി പറയും. ഇതൊരു മറുപടിയല്ല, ഇതൊരു വലിയ ദർശനമാണ്. ഭയത്തെ പൂർണ്ണമായി മറികടന്ന ഒരാൾക്ക് മാത്രം പറയാൻ കഴിയുന്ന വാക്കുകൾ. അപ്പോ ഇതാണ് അവസാനത്തെ പാഠം.
നമ്മുടെ കാഴ്ചപ്പാട് ശരിയാണെങ്കിൽ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തമെന്ന് നമ്മൾ കരുതുന്ന മരണത്തിൽ പോലും നമുക്കൊരു മോചനം കണ്ടെത്താൻ സാധിക്കും. അങ്ങനെ ബുദ്ധന്റെ കഠിനമായ എല്ലാ പരീക്ഷണങ്ങളെയും തന്റെ അസാധാരണമായ ശാന്തത കൊണ്ട് പൂർണ്ണൻ നേരിട്ടു. തന്റെ ശിഷ്യൻ ആ വലിയ യാത്രയ്ക്ക് തയ്യാറായി കഴിഞ്ഞു എന്ന് ബുദ്ധന് പൂർണ്ണമായി ബോധ്യമായി. ഇനി നമുക്ക് ഈ കഥയുടെ അവസാന ഭാഗത്തേക്ക്, അതിന്റെ സന്ദേശത്തിലേക്ക് വരാം. പൂർണ്ണന്റെ മറുപടികൾ കേട്ട് സംതൃപ്തനായ ബുദ്ധൻ പറഞ്ഞു, പൂർണ്ണ, നീ ക്ഷമയുടെ ഏറ്റവും ഉയർന്ന തലത്തിലെത്തിയിരിക്കുന്നു. നീ ഈ ദൗത്യത്തിന് തികച്ചും യോഗ്യനാണ്. ധൈര്യമായി മുന്നോട്ടു പോവുക, വിജയിച്ചു മടങ്ങിവരുക. അങ്ങനെ ബുദ്ധൻ പൂർണ്ണനെ അനുഗ്രഹിച്ച് യാത്രയാക്കി. അപ്പോ എന്താണ് ഈ കഥയുടെയെല്ലാം കാതൽ? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അത് നമ്മുടെ കാഴ്ചപ്പാടാണ്. അതായത് നമ്മുടെ ജീവിതത്തിലെ സമാധാനം എന്ന് പറയുന്നത് പുറത്തു നടക്കുന്ന സംഭവങ്ങളെ ആശ്രയിച്ചല്ല ഇരിക്കുന്നത്, മറിച്ച് ആ സംഭവങ്ങളോട് നമ്മുടെ ഉള്ളിൽ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിലാണ് യഥാർത്ഥ സമാധാനം. ഈ കഥയിൽ നിന്ന് നമുക്ക് എപ്പോഴും ഓർത്തുവെക്കാൻ പറ്റുന്ന 3 പ്രധാന കാര്യങ്ങളുണ്ട്. 1. എന്ത് സംഭവിച്ചാലും അതിനോട് എങ്ങനെ പ്രതികരിക്കണമെന്നത് നമ്മുടെ മാത്രം തീരുമാനമാണ്. 2. എത്ര വലിയ പ്രതിസന്ധിയിലും നമുക്കൊരു നല്ല വശം കണ്ടെത്താൻ ശ്രമിക്കാം. 3. യഥാർത്ഥ സമാധാനമെന്ന് പറയുന്നത് പുറത്തുനിന്ന് കിട്ടുന്ന ഒന്നല്ല, അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ട ഒന്നാണ്. അപ്പോ ഈ കഥ ഇവിടെ തീരുമ്പോൾ നമുക്കിത് നമ്മുടെ സ്വന്തം ജീവിതത്തിലേക്കൊന്ന് കൊണ്ടുവരാം. പൂർണ്ണൻ നേരിട്ടതുപോലെയുള്ള എന്തെങ്കിലും പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ വെല്ലുവിളികൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴുണ്ടോ? ഉണ്ടെങ്കിൽ ആ സാഹചര്യത്തിൽ സമാധാനം കണ്ടെത്താൻ നിങ്ങളെ സഹായിക്കുന്ന കാഴ്ചപ്പാട് എന്തായിരിക്കും? ഇതിനെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നമസ്കാരം.